വചന സത്യങ്ങളിലേക്ക് കടന്നു വരാൻ ദൈവത്തിന്റെ കരം കർത്താവ് ചലിച്ചുകൊണ്ടിരിക്കും. നഗരത്തെ കർത്താവ് കീഴ്മേൽ മറിക്കും. തകർന്ന ആയിരങ്ങൾ ചുറ്റുമുണ്ട്. എല്ലാവരും സെൽഫ് സെന്റേഡ്, എല്ലാവർക്കും ബിസിയാ, ആർക്കും സമയമില്ല. എന്നാൽ തകർന്നവരെ അന്വേഷിച്ചു പോകാനോ ഒരല്പനേരം അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനോ ആരുമില്ല. ഈ ദിവസങ്ങളിൽ തകർന്നവരെ തേടി പോകാനൊരു കൃപ ദൈവം നമുക്ക് തരട്ടെ. ഇന്ന് രാത്രി വചനചിന്തയ്ക്ക് വേണ്ടി ഒരു വചനഭാഗം വായിക്കാൻ സമയം പറഞ്ഞു. നമ്മളുള്ള കുഴപ്പമില്ല. ഞങ്ങൾ ചെറിയ കൂട്ടമാണെങ്കിലും ഞായറാഴ്ചയാണെങ്കിലും 3 മണിക്കൂർ അങ്ങ് പറഞ്ഞു പോകും. അമീൻ സ്വന്തം ചടങ്ങിന്റെ ആരാധന അല്ലാത്തതുകൊണ്ട് ആനന്ദിക്കും. ഞങ്ങൾക്ക് ആനന്ദമാണ്. റിജോയ്സ്. അമീൻ. എടുക്കാം. ദൈവത്തിന്റെ മനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എനിക്ക് മൊത്തം ഒന്നും പ്രസംഗിക്കാൻ അതിനകത്ത് സമയം കിട്ടില്ല. ചെറിയ കാര്യങ്ങൾ മാത്രം. 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട്, റബി, ഭക്ഷിച്ചാലും എന്നെ അപേക്ഷിച്ചു. അതിനെ അവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് അവരോട് പറഞ്ഞു. അതിനാൽ വല്ലവനും അവൻ ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനെ വചനം അവിടുത്തേതാണ്. അടിയൻ അവിടുത്തേത്, കുഞ്ഞുങ്ങൾ നിന്റെ മക്കൾ അവിടുത്തേത്. ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യേ വചനം കടൽ പോലെ ഉണ്ട്. അതിനൊന്ന് സ്ക്രാച്ച് ചെയ്യാൻ പോലും എനിക്ക് സമയം കിട്ടാറില്ല. കാരണം അത്ര മനോഹരമാണ് നിന്റെ വചനം. തേനിലേക്കാണ് മധുരമേറിയതും തേൻകട്ടയേക്കാണ് മധുരമുള്ളതും. ഈ വചനം പോലെ വേറെ ഒന്നുണ്ട് കർത്താവേ. ഞങ്ങളുടെ പ്രാണന് തൃപ്തി തരുന്ന, ഞങ്ങളുടെ വിശപ്പടക്കുന്ന ഈ അത്ഭുത വചനത്തിനായി സ്തോത്രം. അത് മാത്രമല്ല, അതിന്റെ അത്ഭുതം അത് ഇരുവായ്ത്തലയുള്ള ഏതുവാണ്. അത് ജീവനുള്ളതാണ് ഈ വചനം. നാഥ നിന്റേത് അത് ജീവനുള്ള വചനം. അത് ലിവിംഗ് ആണ്. അത് ജീവൻ കൊടുക്കുന്ന വചനമാണ്. ചൈതന്യമുള്ളതാണ്. ചൈതന്യമില്ലാത്തവർക്ക് ചൈതന്യം മുഖത്തിന് വരുത്തുന്ന വചനം. മാത്രമല്ല, ഇരുവായ്ത്തലയുള്ള ഏതുവാളിനേക്കാളും മൂർച്ചയേറിയത്. നിങ്ങളുടെ പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ ഈ ലോകത്തിലെ ഒരു ഡോക്ടർമാരുടെ കത്തിക്കോ അങ്ങനെ സർജറി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയെങ്കിലും രാത്രി അത്ഭുത വചനം എടുത്ത് ഞങ്ങളെ ഇരുവായ്ത്തലുള്ളത് അങ്ങോട്ടും പ്രസംഗിക്കുന്നവനെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടും അത് മുറിക്കും, സർജറി നടത്തും, മുറിവ് കെട്ടും, അത് ഉണക്കും, അത് ജീവിപ്പിക്കും. ആ വചനം ഇന്ന് രാത്രി നാഥൻ ഞങ്ങൾക്ക് നോക്കി തരണം. അങ്ങയുടെ നാമം എല്ലാത്തിലും മാനിക്കപ്പെടണം. യേശു മാത്രം കാണണം. ഞങ്ങളെ ആരും കാണേണ്ട കർത്താവേ. അവൻ കാൽവറിയിലെ നാഥനെ ഇന്ന് രാത്രി എല്ലാവരും ദർശിപ്പാനിടയാകണം. അവന്റെ ഇഷ്ടം ഗ്രഹിപ്പാനിടയാകണം. അതിനകത്ത് നടക്കാൻ സമർപ്പിപ്പാനിടയാകണം. ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യാനിടയാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് യേശുവേ അങ്ങയുടെ രാജ്യത്തിന് മഹത്വം വരുത്തണം. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. സകല ആരാധനയും മഹത്വവും സർവശക്തനായ പുത്രനെ ഞങ്ങൾ അർപ്പിക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം തോന്നിക്കെട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകുമാറാകണമേ. നിങ്ങൾ വായിച്ചു കേട്ട ഈ വചനഭാഗം എല്ലാവർക്കും പരിചയമുള്ളവരാണ്. ഈ ഭാഗത്തുള്ള പാട്ടുകൾ കേട്ടിട്ടില്ലാത്തവരാരും കാണാൻ. നട്ടുച്ച നേരത്ത് ആ പാട്ട് പാടാത്തവരാരെങ്കിലും ഉണ്ടോ? കിണറിന്റെ തീരത്ത്. ആ സംഭവത്തോട് ബന്ധപ്പെട്ട സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിന്റെ അവസാന ഭാഗത്ത് അവൻ ശമരിക്കാരിയായ സ്ത്രീയോടുള്ള ബന്ധത്തിൽ ഉള്ള വചനഭാഗം അവൻ വായിച്ചു. സമയമില്ല എക്സ്പ്ലെയിൻ ചെയ്യാനെങ്കിലും അവിടെ നിങ്ങൾ കാണുന്ന അവൻ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യങ്ങള് അവൻ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഈശോ പറയുന്ന ഒരു വചനമാണ്. അതിന്റെ പ്രധാന വാക്യം 34 എന്റെ അവൻ കുറിവാക്യം. അത് പറയുന്നത് ഇങ്ങനെയാ. യേശു പറയുന്നത്, യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് വേല തികയ്ക്കുന്നത് എന്റെ പക്ഷം. ഇന്ന് രാത്രി അമേരിക്കയിൽ വന്ന് ജോലിക്ക് പോകാത്തവർ ചുരുക്കമാണ്. അല്ലെങ്കിൽ സാമ്പത്തികമായി നല്ല വരുമാനങ്ങളുള്ളവരായിരിക്കണം ജോലിക്ക് പോകാതിരിക്കുന്നത്. അമേരിക്കയിൽ വന്ന് നന്നായി ജോലി ചെയ്തവരും 40 ക്രെഡിറ്റ് പ്രാപിച്ചവരും എന്തിനാ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശപ്പടക്കണേ, പൈറ്റി വല്ലതും പോണേ ജോലി ചെയ്യും. നമുക്കറിയാം, നാട്ടിൽ നിന്ന് സ്വന്തം റിട്ടയറായി വന്നവരാണെങ്കിലും ഇവിടെ വന്നു. ജോലി ചെയ്യാതെ ജീവിക്കാൻ വൃത്തിയില്ല. ജോലി ചെയ്യണം. അവൻ ഹാറ്റ്ഫീൽഡ് വരെ ദൂരെ വില്ലോ ഗ്രോവിൽ താമസിച്ചു പോവുകയാണ് ജോലി ചെയ്യുന്നത്. എന്തിനാ? വിശപ്പടങ്ങണം. ഞാനിന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചവർക്ക് സമയമില്ല. എന്റെ സമയം റാപ്പപ്പ് ചെയ്യാറായി. കാരണം ദൂരെ പോകേണ്ടവരുണ്ട്, വില്ലോ ഗ്രോവ് വരെ ഓടിച്ചു പോകേണ്ടവരുണ്ട്. എനിക്ക് നേരത്തെ നിർത്തിയാലേ പറ്റൂ. നാഥൻ പറയുകയാ, അവൻ സ്വത്രം ചെയ്യുന്നു.
ആകയാൽ 33-ാമത്തെ വാക്യം അപ്പം അവിടെ 30-ാം വാക്യോളം വായിക്കുമ്പോൾ അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. അതിന്റെ ശിഷ്യന്മാർ അവനോട് റബി, കാരണം പോയത് എന്തിനാന്നറിയണമെങ്കിൽ കാണാം. യേശു ക്ഷീണിച്ചു, അവൻ തളർന്നു, അടുത്ത ചുവട് പോലും വെക്കാൻ കഴിയില്ലാതെ കിണറ്റുകരയിൽ അവനിരുന്നു. ശിഷ്യന്മാർ നോക്കിയപ്പോൾ റബി ക്ഷീണിച്ചു, കഴിക്കാൻ കൊടുക്കാനൊന്നുമില്ല. അവര് ഞങ്ങൾ ഓടിപ്പോയി ആഹാരം കൊണ്ടുവരാം. അവർ നേരെ അടുത്തുള്ള പട്ടണം തപ്പി ഓടി. ഗുരുവിനെ ശിഷ്യന്മാർ ആഹാരം കൈക്കൊള്ളാനായിട്ട് ഓടിപ്പോയ വേളയിൽ തിരിച്ചവർ ആഹാരവുമായിട്ട് മടങ്ങി വരുമ്പോൾ റബി, ആഹാരം തിന്നാലും എന്ന് പറയുമ്പോൾ യേശുവിനോട് പറയുന്ന മറുപടി അവൻ ആണ് നമ്മൾ വായിച്ചത്. അതിന് ശിഷ്യന്മാർ റബി, നീ ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിനവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം. അപ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, അറിയാത്തൊരാഹാരമുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു, അവർക്കും വിശന്നു, അവർ പെറുപെറുത്തു. ഞാൻ കേട്ടോണ്ട് വന്നത് ഇറച്ചിക്കലങ്ങളുടെ ഇടയിൽ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞ് അവരെ പുറത്തും ദൈവം മുഷിഞ്ഞു. മോശം അങ്ങ് സഹികെട്ടു. മോശ ദൈവത്തോട്, ഞാൻ എന്നെ അവരെ പ്രസവിച്ചോ? നീ എന്നെ വല്ലാതെ വലച്ചതെന്തിനാ? ദൈവത്തോട് മോശം ചോദിക്കുക, ഞാൻ ഇവരെ ചുമക്കണോ? ഇവർക്ക് എവിടെ നിന്ന് ഞാൻ ഇറച്ചി കൊണ്ട് കൊടുക്കും? അവര് കിടന്ന് കരയുക. ഇതാരാന്ന് ശ്രദ്ധിച്ചോണേ, എന്റെ കൂടെ നടക്കണം. ഇത് വചനം പ്രസംഗം കേൾക്കുന്ന ശേഷം വചനത്തിൽ കൂടെ നടന്നു പറയും. ഇത് ലോകമനുഷ്യൻ പറഞ്ഞ വാക്കല്ല. ചോരത്തലിക ആചരിച്ച് അല്ലെ പെസഹ ആചരിച്ച് രക്ഷിക്കപ്പെടും തുല്യമാണ്. പെസഹ ആചരിച്ച് രക്ഷിക്കപ്പെട്ട് അവിടെ ഒരു ചെങ്കടൽ സ്നാനത്തിനൊരു മുൻകറി. നോക്കണം, ബൈബിൾ എപ്പോഴും ഈ സ്നാനം രക്ഷിക്കപ്പെട്ട ശേഷമാണ് സ്നാനം ഏൽക്കേണ്ടത്. ചോരത്തലിക ആചരിച്ചവനാണ് സ്നാനം ഏൽക്കേണ്ടത്. ആമേൻ. അത് സ്നാനത്തില് പൗലോസ് പറയുമ്പോൾ അതവര് ആ ചെങ്കടലിൽ കൂടി അവർ മേഘത്തിൽ കീഴായിരുന്നു. മേഘത്തോടും സമുദ്രത്തോടും സ്നാനമേറ്റ മോശയോട് ചേർന്നു. ഈ ജനം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാ പൗലോസിന്റെ ഭാഷയിൽ. എങ്കിലും അവർ മിക്കപേരിലും ദൈവം ചെയ്തില്ല. കാരണം അവർ ക്രേവ് ചെയ്ത് എപ്പോഴും അവർക്ക് വിശപ്പ്, അവരവർ ക്രേവ്, അവിടെ എന്താ പറയുന്നത്, കൊതി. ഈ ലോകത്തിന്റെ ആഹാരത്തിന് വേണ്ടി, ലോകത്തിന്റെ മോടികൾക്ക് വേണ്ടി, ലോകത്തിന്റെ അനുഭവങ്ങൾക്ക് വേണ്ടി they were craving for the world. ലോക വഴികൾക്ക് വേണ്ടി, ലോകത്തിന്റെ മോടികൾക്ക് വേണ്ടി, ലോകത്തിന്റെ ആഡംബരങ്ങൾക്ക് വേണ്ടി അവരുടെ ഉള്ളം കൊതിച്ചുകൊണ്ടിരുന്നു. അവരുടെ ആഹാരം കഴിക്കാൻ ഒന്നുമില്ല. ദൈവം മന്ന കൊടുത്തു. ഇപ്പം മന്ന തിന്നു, ഈ മന്നയെ മന്നയെ കുറിച്ച് ബൈബിൾ പറയുന്നത് സ്വർഗ്യന്മാരുടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, വെക്കാത്ത വീട്, കുഴിക്കാത്ത കിണറ്, സ്വന്തമല്ലാത്ത നാട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹം തന്നിരിക്കുമ്പോഴും ഇന്നും ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ ഇടറി അവൻ കരഞ്ഞ് പ്രാഗി നിലവിളിക്കുന്ന വ്യക്തിയെ, ഈ ഇസ്രായേൽ മക്കളുമായിട്ട് എന്ത് ഡിഫറൻസ് ആയിരിക്കും നിങ്ങൾക്കുണ്ട്? ഞാൻ പറയുന്നത് അവർ രക്ഷിക്കപ്പെട്ടവർ തുല്യം, നമുക്ക് തുല്യമാണ്. ഇന്ന് രാത്രി ഒരു കാര്യം അറിയണം, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നതിന് അങ്ങേപ്പുറം ചില കാര്യങ്ങളുണ്ടെന്ന് പരിശുദ്ധാത്മ പറയുന്നു. നോക്കൂ, ഇവരെ ആഹാരവുമായി യേശുവിന്റെ അടുക്ക മടങ്ങി വന്നു. റബി ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ പോയപ്പോഴുള്ള യേശുവല്ല, തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഊർജ്ജസ്വലനായി, നല്ല പയർ പോലെ. എന്നിട്ട് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ 32-ാമത്തെ വാക്യം പോലെ, അതിനവൻ, നിങ്ങളറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിക്കാനുണ്ട്. രാത്രി നമ്മളൊക്കെ അറിയാവുന്ന ഒരു ആഹാരമേ ഉള്ളൂ. ഈ ലോക്കലോ അല്ലെങ്കിൽ ഇവിടെ വാൾമാർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ സ്കൂൾ സിസ്റ്റത്തിലോ പോയി ജോലി ചെയ്തിട്ട് പേച്ചെക്കുമായിട്ട് വരുമ്പോൾ അവൻ എവിടെയെങ്കിലും പോയിട്ട് മീറ്റോ ഇവിടുത്തെ ഫ്രോസൺ ആയിട്ടുള്ള ആഹാരമോ അതാണ് നമുക്ക് പറ്റും. അതിനങ്ങപ്പോൾ ഒരു ആഹാരമുണ്ടെന്ന് പരിശുദ്ധമ്മ പറയും. ഇതുവരെ ആഹാരം നിങ്ങൾ തിന്നിട്ടുണ്ടോ? അത് തിന്ന ആവശ്യക്കത്തില്ല, അത് തിന്ന തൃപ്തിയാ. അത് തിന്നാൽ ഈ ലോകത്തിന്റെ ആഹാരം കഴിച്ചില്ലെങ്കിൽ ക്ഷീണം പോകും. ഒന്നിന്റെ മുഖം തേജസ് കൊണ്ട് ശോഭിക്കും.
ഈ ലോകത്തിലെ ആഹാരം കഴിക്കുന്നതെല്ലാം പിന്നെയും പിന്നെയും വിശക്കും. എത്ര കോടികൾ ഉണ്ടാക്കിയാലും നീ വിശന്നുകൊണ്ടിരിക്കും. എന്നാൽ ഈ പറയുന്ന ആഹാരം കഴിച്ചാലോ, അവിടെ പറയുക എന്താണ് ആഹാരം? അവനോട്ട് വായിക്കുമ്പോൾ ആകയാൽ അവന് വല്ലതും, ശിഷ്യന്മാർക്ക് ഇതുവല്ലോ അറിയാമോ? സംശയമായപ്പോഴും അവരുടെ ചിന്ത അവരുടെ നിലവാരത്തിലാണ് ചിന്തിക്കുന്നത്. ഇന്ന് രാത്രി നമ്മളെ പോലെ നമ്മുടെ നിലവാരത്തിലാണ് നമ്മുടെ ചിന്ത. അപ്പൊ അവരെന്ന് ആരെങ്കിലും വന്ന് പുളി കഴിക്കാൻ യേശു പറഞ്ഞല്ല. ഇതെന്താണ്? വിശുദ്ധിയെ തികയ്ക്കുമ്പോൾ ഓർത്തോണം, ഈ ലോകത്തിന്റെ ആഹാരത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, അവൻ നെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും ആഹാരം തീന്മേശയിൽ എത്തിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം വേറൊരു ആഹാരം ഉണ്ടെന്ന് ധരിച്ചു എത്ര പേരത് ഭക്ഷിച്ചിട്ടുണ്ട്. അയച്ചതിന്റെ ഇഷ്ടം. നിങ്ങൾ ഇന്നേക്ക് അവൻ ചെറു കുഞ്ഞുങ്ങൾ മുതൽ അവൻ ഏറ്റവും യങ്ങസ്റ്റ് ഇവിടെ ഇരിക്കുന്ന പറയുന്നത് അവൻ റൂബനാണ്. കേലബ് എനിക്കറിയത്തില്ല. കേലബ് യങ്ങസ്റ്റ്. ഓക്കെ, നമ്മൾ കൊച്ചു റൂബനില്ല. അവൻ സ്വതം ചെയ്യുന്നു. അപ്പം കേലപ്പം മുതൽ പ്രായമുള്ള നമ്മുടെ അപ്പച്ചൻ വരെ, 83 വയസ്സുള്ള അപ്പച്ചൻ വരെ അവൻ സ്വതം ചെയ്യുന്നു. അവൻ സ്വതം ഇവിടെയുണ്ട്. ദൈവം ഓരോരുത്തരെ അയച്ചപ്പോൾ ഒരു ഉദ്ദേശം, ഒരു ഹിതം ഉണ്ട്. ഇന്ന് രാത്രി പറയണം, അപ്പാ എന്റെ അമ്മയുടെ ഉദരത്തില് 9 മാസം എന്റെ അമ്മ ചുമി. അമ്മയുടെ ഉദരത്തിൽ പൂർണ്ണമായി ജീവനായി ഞാൻ എന്നെ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ എന്താ അങ്ങയുടെ ഇഷ്ടം? അമേരിക്ക വരുന്നതായിരുന്നു ഇഷ്ടം. അമേരിക്ക നല്ല കുടുംബം, വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി മരിച്ച് ആരുടെ മുന്നിൽ കീഴ്ന്നു പോകുന്നതായിരുന്നു. അതോ വേറെ വലിയ ഇഷ്ടമുണ്ടായിരുന്നു? അപ്പ ഒന്ന് ചങ്ങ് കീറി ഒന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ മരിച്ച് മൺമറഞ്ഞു പോയിട്ട് നാഥന്റെ ഇഷ്ടം ചെയ്യാതെ പോയിട്ട് എന്താ കാര്യം? അവിടത്തില്ല. ഇന്ന് രാത്രി അയച്ചവന്റെ ഇഷ്ടം ചെയ്തിട്ട് വേലയുണ്ട്. ഇവരോട് അയച്ചവൻ ചുമ്മാ വന്നിട്ട് അവൻ സ്വന്തം ജോലി ചെയ്ത് ഈ ലോക്കല് ശമ്പളവും വാങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ അവൻ ജോലി തന്ന സ്ഥലത്ത് ശമ്പളവും വാങ്ങി വെറുതെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊച്ചുമക്കളെയും കണ്ടിട്ട് മരിച്ച് അടങ്ങിപ്പോകാനല്ല വന്നത്. ദൈവം ഒരു വേല തന്നിട്ടുണ്ട്. യു ഗോട്ട് വർക്ക്. ആഹാരമുണ്ട്. അപ്പം ആ ആഹാരം എന്താണ്? അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് വേല തികയ്ക്കണം. അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് ഇന്ന് രാത്രി വായിക്കണം. വരും ദിവസങ്ങളോട് വായിക്കും. അന്ന് അനേകർ വന്നിട്ട് പറയും, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ പൊതുഭാഷകൾ സംസാരിച്ചു, പ്രവചിച്ചു. ഇവിടെ പ്രവാചകന്മാരുള്ളതായിട്ടില്ല. അന്യഭാഷയെ സംസാരിക്കുന്നവരുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കുന്ന ഞാനിതുവരെ ആരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇളകൊന്നും കണ്ടുകൊണ്ട് ആരെയും പുറത്താക്കി എനിക്ക് ഇതുവരെ ഓർമ്മയില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഈ പള്ളികള് പ്രവചിച്ചവരാണ്, രോഗികളെ സൗഖ്യമാക്കിയവരാണ്. രോഗികളെ സൗഖ്യമായ അനുഭവങ്ങളുണ്ട്. എനിക്ക് ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ അവരോട് പറയുക, അധർമ്മം എന്റെ മുമ്പിൽ നിന്ന് പോ, ഞാൻ നിങ്ങളെ ഒരു നാളും വീട്ടില്ല. അപ്പൊ ചില വിചാരം ഞാനിപ്പോ കുറെ മിനിസ്ട്രി ചെയ്ത് ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു. വ്യത്യാസം ഉണ്ടെന്നാ പരിശുദ്ധമെന്ന് പറയുന്നത്. അവന്റെ ഇഷ്ടം പറയണം. ഇഷ്ടം അറിഞ്ഞാൽ മാത്രം പോരാ, ചെയ്യണം. ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾക്കറിയാമല്ലോ, ആ ധനികനായ യവനക്കാരനെ കുറിച്ച് ഞങ്ങൾ 3 സുവിശേഷങ്ങളൊന്ന് വായിച്ച് ചിന്തിച്ചു. ആ യവനക്കാരൻ, ആ യങ് മാൻ came to Christ. എന്നിട്ട് ചോദിച്ചു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യും? What shall I do? Young man. ഉടനെ യേശു പറഞ്ഞു, ആദ്യം പറഞ്ഞ നല്ല ഗുരു എന്നാ വിളിച്ച്. ഉടനെ യേശു ഒറ്റ കാര്യം പറഞ്ഞു, എന്താ നന്മ? ആമേൻ. നന്മ എന്ന് പറയുന്നത് ദൈവമാണ്. അനേകം ഗുഡ് അന്വേഷിക്കുക, നന്മ. ദൈവമല്ലാതെ ഒരു നന്മയില്ല. ഇന്ന് രാത്രി ദൈവത്തെ തിരഞ്ഞു, ബാക്കി എല്ലാം ഒന്നുമില്ല, ആനമൊട്ടയാണ്. ഇന്ന് രാത്രി എത്ര സമയമില്ല, അവന്റെ പാത ഇവിടെ നിന്ന് അന്വേഷിക്കുക നന്മയാണ്. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, നീ കൽപ്പനകളൊക്കെ പ്രമാണിക്കണം. പറഞ്ഞു ഇന്ന കാര്യം. അണി അവനെ കാര്യം പറഞ്ഞു, കർത്താവേ ഞാനത് എന്റെ ബാല്യപ്രായം മുതലേ. അവിടെ പറയുന്നത് മർക്കോസ് പറയുമ്പോൾ പറയാം, മർക്കോസ് ഇത് മാനായിട്ട്, മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടില്ല. യേശു അവനെ നോക്കി, അവനെ സ്നേഹിച്ചു.
പറഞ്ഞ കള്ളമൊന്നുമല്ല. ആ യവനക്കാരൻ he told the truth. He was a pious young man. അവനെ നോക്കിയിട്ട് സ്നേഹിച്ചു. പറയാ, ഒരു കുറവുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് എന്നിട്ട് എന്റെ എന്ത് ചെയ്യണം ഇഷ്ടം അറിയാനാ വന്നല്ലേ. വിൽ ഓഫ് ഗോഡ്. ഇഷ്ടം അറിഞ്ഞു, നാഥൻ പറഞ്ഞു. അപ്പൊ ചെയ്യുന്നുണ്ട്, കൽപ്പനയെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം, നീ ചിലത് ദൈവത്തെക്കാൾ ഉപരി എന്ത് ചെയ്യുന്നുണ്ട്? നീ ചിലരെ ദൈവത്തെക്കാൾ ഉപരി, ചില കാര്യങ്ങൾ ദൈവത്തെക്കാൾ ഉപരി, ഇല്ല ദൈവവചനത്തെക്കാൾ ഉപരി. അപ്പൊ നാഥൻ പറയുന്ന കാര്യം അതിനൊക്കെ ഇടർച്ചയാണ്. കൊടുക്കരുത്, സ്വർഗരാജ്യത്തിനോട് നിക്ഷേപിക്കുക. ഇത് വാ, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഐ ഹാവ് എ പ്ലാൻ ഫോർ യുവർ ലൈഫ്. നിന്നെ കുറിച്ച് എനിക്ക് വലിയൊരു പ്ലാൻ ഉണ്ട്, വാ എന്ന് പറയും. പക്ഷേ അവൻ ഒത്തിരി സമ്പത്തുള്ളവനായിരുന്നുകൊണ്ട് വിഷാദിച്ചു, ദുഃഖിച്ചു. ഇഷ്ടം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, ഇഷ്ടം എന്ത് ചെയ്യണം? ആ യവനക്കാരൻ തനിയനായ യവനക്കാരൻ പോയെന്ന് വെച്ചോണ്ട് യേശുവിന്റെ വേല നിന്ന് പോയില്ല. പിൽക്കാലത്ത് കുറെ വരുമ്പോ വരുന്നു വേറെ തർസോസുകാരനായ വലിയ ധനികന്റെ വേറൊരു യവനക്കാരനായ മോൻ. അവൻ ഇതിനെതിരെ ഓടിയവനാ. ഏതിനെതിരെ? സുവിശേഷത്തിനെതിരെ ഓടിയവനാ. അവനെ ദമസ്കോസിലെ പടിവാതിൽ വെച്ച് കർത്താവ് തൊട്ടു. അവനെ അവൻ സ്വത്രം ആ നേർവീതിയിലെ വീട്ടിലോട്ട് ചെന്ന് അനന്യാസൻ വിട്ടിട്ട് പറഞ്ഞു, ഇഷ്ടം പറഞ്ഞു അവനോട്, നീ ഇന്നതൊക്കെ എനിക്ക് വേണ്ടി ഞാനാകുന്നു കർത്താവിന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അനന്യാസ പ്രാർത്ഥിച്ചു, കണ്ണിന് ചെറുപ്പരുമ്പോൾ ഒറ്റ ഉടനെ ചോദ്യം, അനന്യാസ് ഇനി താമസിക്കുന്നത് എന്ത്? കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ. ഉടനെ പുള്ളി പറയാൻ തുടങ്ങില്ലേ, ഞാനേ പിന്നെ ഇതിനേക്കാൾ വലിയ എത്ര ഉപദേശം കേട്ടിട്ടുണ്ട്. യോഹന്നാൻ വേണ്ടി സ്നാനപ്പെടുത്തിയിട്ടില്ല, സ്നാനപ്പെടാൻ പോയിട്ടില്ല. അമിസ്തോത്രം. എന്റെ അപ്പൻ ആരാന്നറിയാമോ? ബെന്യാമീൻ ഗോത്രക്കാരൻ. ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച് ഇതൊക്കെ പറഞ്ഞെത്തിട്ടില്ല, ഇല്ലേ? ഞാനേ മഹാപുരോഹിതന്റെ കൈവപ്പോടുകൂടി അവിടെ വന്നേക്കുന്നത് ശുശ്രൂഷയാ എന്ന് പിടിച്ചു കെട്ടിക്കൊണ്ടു പോകാൻ, വചനവിരുദ്ധമായി പഠിപ്പിക്കുന്നവരെ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകാൻ വന്നാന്ന് പറഞ്ഞു. പുള്ളി ആർഗ്യൂ ചെയ്തില്ല. ദൈവത്തിന് ഇഷ്ടം കേട്ടപ്പോൾ ഏൽപ്പിച്ചു. നിങ്ങൾക്കറിയുമോ, ആ ധനികനായ യവനക്കാരൻ അവനോടതെല്ലാം കടഞ്ഞു. തിമോത്തിയോസ് ലേഖനം എഴുതുമ്പം അവനോട് പറയാം, മോനെ തണുപ്പ് കാലത്തിന് പോവാ, തണുപ്പായി പ്രസന്റ് തറയെ കിടക്കുമ്പോൾ എനിക്കൊന്ന് ബോധിക്കാനും ബോധമില്ല. സുവിശേഷം അറിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞപ്പോൾ ലാഭമായിരുന്നതൊക്കെയും അവൻ ഛേദം തന്നെ. ഛേദം, he just counted in rubbish whatever was gained for him. He was a man of the richest. Man, he was a merchandiser. He was from Tarsus. His dad had ships. അവന് പണം ഇഷ്ടംപോലുണ്ട്, സമൂഹത്തിൽ സ്ഥാനമുണ്ട്, അവന്റെ സമുദായത്തിൽ അവന് ഉന്നത പദവിയുണ്ട്, മഹാപുരോഹിതനുമായിട്ട് കണക്ഷൻ ഉണ്ട്. പാരമ്പര്യം വിട്ട് പോത്തില്ലെന്ന് പറഞ്ഞില്ല. സത്യം അറിഞ്ഞപ്പോൾ, ദൈവ ഇഷ്ടം അറിഞ്ഞപ്പോൾ അവന് ലാഭമായതൊക്കെ വലിച്ചൊറിഞ്ഞു. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് വേല തികയ്ക്കുന്നത് എന്റെ. നിങ്ങൾക്കറിയാമല്ലോ, തളർന്നു വന്ന ഈശോ കിണറ്റുകരയിൽ ഇരുന്നപ്പോൾ അവിടേക്ക് ശമര്യക്കാരി സ്ത്രീ പ്രസംഗിച്ച് തീർക്കാൻ സമയം ഊർജ്ജം പറയുക, വെള്ളം കോരാൻ ശമര്യക്കാരി വന്നു. വെള്ളം കോരുന്ന മാത്രയിൽ എനിക്കൂടെ അപ്പം നമ്മൾ സൂക്ഷിച്ചു കണ്ടിട്ട് യഹൂദനെ ഒത്തിരിക്കുന്നല്ലോ. യഹൂദനായ നീ ശമര്യക്കാരി എന്നോട് എങ്ങനെ? ഉടനെ യേശു പറഞ്ഞു, അവൻ സ്വന്തം ഈ ചോദിക്കുന്നവനായ ഞാൻ ആരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്ക് കയറില്ല പാളയിലും എവിടുന്ന ഈശോയോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നത് ഒരു നാളും ദാഹിച്ചു തറന്നവനായിട്ടാണ് അവൻ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാമോ അവന്റെ ദാഹം ആർക്ക് വേണ്ടിയായിരുന്നു?
തകർന്നു പൊളിഞ്ഞ് ജീവിതം കുത്തഴിഞ്ഞൊരു ശമരിയക്കാരിക്ക് വേണ്ടി തളർന്ന കടലുകാരിൽ ഇരുന്നുണ്ട്. അവള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നും ഇവിടെ വന്ന് പോയെന്ന് എനിക്ക് കട്ടിയ അതെനിക്ക് ആ വെള്ളം ചിന്ത ഒരിക്കലും ദാഹിക്കത്തില്ല, പിന്നെ എപ്പോഴും പോരേണ്ടി വരും ഇല്ലല്ലോ. സിമ്പിളായിട്ട് അങ്ങ് പറയാം. ഉടനെ പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോയി. എനിക്ക് ഭർത്താവ് ഇല്ല. നീ പറഞ്ഞത് ശരിയാണ്. നമ്മള് പാസ്റ്റർമാരാണ്, നീ വിചാരിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് ചാരി വെളിപ്പാട്ടിൽ പോകണമെങ്കിൽ ചാരി കയറി പറഞ്ഞു. ഇപ്പോഴും വാട്ട് എവർ യു സെഡ് ഇസ് ട്രൂത്ത്. അക്യൂസേഷൻ അല്ലേ യേശുവിന്റെ. എവിടെയും യേശു ഒരിക്കലും ആരെയും അക്യൂസ് ചെയ്തോ. കപടഭക്തിക്കാരെ അക്യൂസ് ചെയ്തു. കപടഭക്തി കാണിക്കുന്നവരെ പുറത്ത് ആത്മീയ പരിവേഷവും അകത്ത് ചെന്നായ്ക്കളുമായവരെ ദൈവം വിട്ടയില്ല. ചാട്ടവാർ കൊണ്ട് അടിച്ചു, അവരെ വെള്ള തേച്ച ശവക്കല്ലറ എന്ന് തന്നെ വിളിച്ചു. തളർന്നവരെ ഒരിക്കലും എന്റെ യേശു, ഭാവിയിൽ ഒരിക്കലും വെള്ളി ചൂണ്ടി ദോഷം പറഞ്ഞില്ല എന്റെ യേശു. നീ പറഞ്ഞത് നിനക്ക് ഇത്ര ഭർത്താക്കന്മാർ ഇപ്പോൾ ഉള്ളവനൊന്നില്ലേ അതേപോലെ കഴിഞ്ഞു. ആദ്യം യോധനായിട്ട് തുടങ്ങി, പിന്നെ ഇത് കണ്ടപ്പോൾ ഒരു പ്രവാചകൻ. അവിടെ അറിവ് വർദ്ധിക്കുക. യേശുവിനോട് കൂടെ അല്പസമയം ചെലവഴിച്ചാൽ നിങ്ങളുടെ അറിവ് കൂടുമോനെ കുറിച്ച്. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി പിന്നെ പാരമ്പര്യം കുറച്ച് യേശുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ പ്രവാചകനാണ്. പിന്നെ അവരവരുടെ പാരമ്പര്യം പറയാൻ തുടങ്ങി. പിന്നെ നിങ്ങളുടെ അപ്പന്മാർ പറയുന്ന അങ്ങ് യെരൂശലേമിൽ പോയി ജ്ഞാനപ്പെട്ട എന്നാ ഞങ്ങളുടെ അപ്പന്മാർ പറഞ്ഞു മലയിലെ യേശു പറഞ്ഞു, സ്ത്രീയെ, ദൈവത്തെ ആരാധിക്കുന്നവർ ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല. പാരമ്പര്യങ്ങളെല്ലാം കീറിയ പൊളിച്ചു. പെന്തക്കോസ്ത് പാരമ്പര്യം പൊളിച്ചു, അല്ലാത്ത പാരമ്പര്യം പൊളിച്ചു. പിന്നെ എങ്ങനെ ആരാധിക്കണം അറിയാമോ? ഈ ചങ്കിനകത്ത് ആരാധനയ്ക്ക് ഹോള് വേണ്ട. പുറം പറമ്പിലാണേലും ഈശോനാഥനുമായിട്ട് ബന്ധമുണ്ട്. 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? അത് ആലയമായി മാറും. അത് കടത്തിന്റെ ആണെങ്കിലും ആലയമാകും, മഴത്തിന്റെ കീഴിലാണെങ്കിലും ആലയമാകും, പുറം പറമ്പാണെങ്കിലും ആലയമാകും. പൊതുനിയമത്തിൽ എങ്ങും ഈശോയോ സ്ത്രീഹന്മാരോ പള്ളി ഉണ്ടാക്കാനോ കത്തീഡ്രൽ ഉണ്ടാക്കാനോ പഠിപ്പിച്ചിട്ടില്ല. അവൻ യേശു പറഞ്ഞു വേറെ സിമ്പിളാ പൊതുനിയമത്തിൽ ആരാധന. മനുഷ്യൻ അതിനെ കോംപ്ലിക്കേറ്റ് ആക്കുന്നു. വെറും സിമ്പിളാ. ഹല്ലേലൂയ. ഉടനെ അമിത്സ്വത്രം ചെയ്യുന്നു ആ സ്ത്രീ. അമിത്സ്വത്രം ചെയ്യുന്നു. പിന്നെ മഷിഹ വരുമ്പോ എല്ലാം ഞങ്ങൾക്ക് എന്ത് ചെയ്യും? മഷിഹ വരെ അറിയാം അവർക്ക്. തെളിയിച്ചത് വചനം അറിയാവുന്നേ. വചനം അറിയാൻ പറ്റില്ല. എല്ലാവരുടെയും മലയിലെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മഷിഹ വരുമെന്ന് പഠിപ്പില്ല. എല്ലാം അറിയാം. അതിനോട് സംസാരിക്കുന്ന അവിടെ കണ്ടു തൊട്ടിയിട്ടു എല്ലാം തൊട്ടോട്ടോ. മഷിഹയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഈ മഷിയെ ആരോടെങ്കിലും പറയാതെ സ്വസ്ഥതയില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എത്ര നാളായി, എത്ര പേരോട് പറയണമെന്ന് കൊതി തോന്നിയിട്ടുണ്ട്. ഈ ശമര്യക്കാരിയെ കണ്ടു വഴി ഒന്നാമത്തെ സുവിശേഷകയാ ശമര്യക്കാരി. മെഷിഹയെ കണ്ടിട്ട് ഓടിയ ഒന്നാമത്തെ സുവിശേഷകയാ ശമര്യക്കാരി. അവൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ മഷിഹായി കണ്ടു. ഒറ്റയോട്ടം പോയി ശമര്യ പട്ടണത്തിൽ ചേർന്നു. ഞാൻ ചെയ്തതൊക്കെ പറഞ്ഞു ഒരുത്തനെ അവൻ മഷിയായിരിക്കുമോ? പട്ടണം മൊത്തം ഇളകി. എല്ലാവരും ഓടി വന്നു കാണാൻ. അവര് കണ്ടു. ഇനി നിന്റെ വാക്ക് ഞങ്ങൾക്ക് വേണ്ടാന്നവർ പറഞ്ഞു. ഇന്ന് രാത്രിയുടെ വാക്ക് ചൊരുക്കിയ കൂട്ടപരവൽക്കരണ കസിയ. പ്രിയമുള്ളവരെ, അന്ന് ശമര്യ പട്ടണം മുഴുവനും രക്ഷിക്കപ്പെടാനിടയായി. യേശുവിന്റെ ദാഹം എന്താണെന്നറിയാമോ? ആത്മാക്കളെ കുറിച്ചുള്ള ദാഹം. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ ആ പട്ടണം മുഴുവനും രക്ഷിക്കപ്പെടുമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ആ വിശപ്പുണ്ടോ? പരിശുദ്ധാത്മാവ് ചോദിക്കുക. അപ്പോഴത്തേക്ക് ഇവരെല്ലാം വന്നു. അപ്പോഴത്തേക്ക് ശിഷ്യന്മാർ ആഹാരമായിട്ട് അതിന്റെ പമ്മി വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, അവൻ നിങ്ങൾ അറിയാത്തൊരാഹാരമിരിക്കുന്നുണ്ട്. എന്നെ അയച്ചവന്റെ ഇന്ന് രാത്രി നിങ്ങൾക്ക് നിങ്ങളെ അയച്ചവന്റെ ഈ ലോകത്തിലേക്ക് നിങ്ങളെ അയച്ചവന്റെ നിങ്ങളുടെ ഇഷ്ടം, അവന്റെ ഇഷ്ടം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇത് രാത്രി ചോദിക്കും. ഈശോ ദൈവം തമ്പുരാൻ തന്നെ അവന്റെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം എന്താണ്? ആത്മാക്കളെ നേടുന്നതാണ്. ഈ സുവിശേഷമായ നിങ്ങളോട് എന്ത് ചെയ്യുന്നതാണ്?
പറയുന്നതാണ്. ഇന്ന് രാത്രി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എഴുന്നേൽക്കാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ. കർത്താവേ, ഇന്ന് രാത്രി എന്നെ ഞാൻ സമർപ്പിക്കും. അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് വേഗത്തിൽ പറയുന്ന രാത്രി പിന്നെ എത്ര നാൾ എനിക്കുണ്ടെന്നറിയില്ല. ഈ ഭൂമിയിൽ ഒരു നേരം, ഒരു ദിവസമോ ഒരു മണിക്കൂറേ ഉള്ളോ, അതോ ഇനിയും ഇല്ല 10 വർഷം അല്ലെങ്കിൽ 20 വർഷം 30 വർഷം ഈ ഭൂമിയിൽ എനിക്ക് ജീവിതയാത്രയുണ്ടോ? അപ്പൊ ഇന്ന് രാത്രി ഞാൻ എന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിന്റെ ഇഷ്ടം ചെയ്ത് വേല തികച്ച് വിശുദ്ധിയെ തികച്ച് അങ്ങയുടെ രാജ്യത്തിലെ ഒരുക്കുന്ന ഭവനത്തിലെത്താൻ ഇന്ന് രാത്രി ഏൽപ്പിക്കുന്നത്ര പറയും. ദൈവ ജനമേ, എന്റെ യേശു എത്രയും താമസം ഞാൻ മടങ്ങി വരും. കാഹളം ധരിക്കുമ്പോൾ എടുക്കപ്പെടത്തക്കവണ്ണം എടുക്കപ്പെടുമ്പോൾ ആ വേല തികച്ച് നാഥന്റെ മുമ്പിൽ ആ കണക്കെഴുത്തിന്റെ പ്രമാണിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കരം അവൻ തളർന്നു പോകാതെ, നമ്മുടെ കാലുമുട്ടുകൾ പറയ്ക്കാനിടയാകാതെ അവൻ ബലത്തോടെ നിൽക്കാൻ കഴിയേണ്ടതിന് അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് വേല തകപ്പാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ഫലങ്ങൾ ആദ്യമായി കർത്താവ് നമ്മെ